ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ മുഴുവൻ വാർത്തകളാണ്. ജൂൺ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ, ഫസ്റ്റ് വീക്കിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്, നോക്കിയാൽ മതി. സെക്കൻഡ് വീക്കിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തേർഡ് വീക്കിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീക്കിലെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും തേർഡ് വീക്കും ഫോർത്ത് വീക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നമ്മളൊരു വീഡിയോ എടുക്കുന്നത് വെറുതെ ഓരോ ആപ്പ് നോക്കി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളല്ല കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ ന്യൂസ് പേപ്പർ നോക്കി എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? നമ്മുടെ ചാനൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2023 2024 എല്ലാ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹു വോൺ ദി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇൻ 2025? 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ്, ആരാണ് നേടിയിട്ടിരിക്കുന്നത്? ആരാണ്? ബാനു മസ്താഖ് become the first Kannada author to win International Booker Prize 2025. ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് കന്നഡ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായിട്ടുള്ള ബാനു മുസ്താഖ് ആണ് അർഹയായിട്ടുള്ളത്. ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കേട്ടോ. മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള ദീപ ബസ്തിയാണ് കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത്. ആരാണ്? മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള ദീപ മസ്തി. ഓക്കെ, ദീപ ബസ്തിയാണ് കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയിട്ടുള്ളത്. മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്ന പുസ്തകങ്ങൾക്ക് നൽകുന്നതാണ് ഇത് ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് എന്ന് പറയുന്നത്. 50,000 പൗണ്ട്, അതായത് ഇപ്പൊ ഏകദേശം 57 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. രചയിതാവിനും വിവർത്തനം ചെയ്യുന്നവർക്കും തുക പങ്കിട്ട് നൽകുന്നതായിരിക്കും. ആദ്യമായാണ് ഒരു ചെറുകഥാ സമാഹാരത്തിന് ബുക്കർ ഇന്റർനാഷണൽ ലഭിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഇത് 2ാം വട്ടമാണ് ബുക്കർ ഇന്റർനാഷണൽ എത്തുന്നത്. ഹിന്ദി എഴുത്തുകാരി ഗീതാഞ്ജലി ശ്രീയുടെ നോവൽ 2 ഓഫ് സാൻഡ് 2022 ബുക്കർ ഇന്റർനാഷണൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബുക്കർ ഇന്റർനാഷണൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വിവർത്തക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ദീപ ബസ്തിയാണ് കേട്ടോ. അപ്പൊ ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് കന്നഡ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായിട്ടുള്ള ബാനു മുസ്താഖ് ആണ് അർഹയായി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ക്യാമ്പയിൻ വാസ് ലോഞ്ച്ഡ് ബൈ ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ടു പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ ഹൗ ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം സൈബർ ത്രീറ്റ്സ്? അതായത് സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമായിട്ട് സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാകാനുള്ള പരിശീലനം നൽകുന്നതിനായിട്ട് ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് എന്നുള്ളതാണ്. ക്യാമ്പയിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് യശോദ AI എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ച് അറിയിക്കുന്നതിനും അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് സ്വയം സുരക്ഷിതരാകാനുള്ള പരിശീലനം നൽകുന്നതിനുമായിട്ട് ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്താണ്? യശോദ AI. ഇതിന്റെ ഒരു എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും സ്ത്രീകൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ, ഡിജിറ്റൽ സാക്ഷരത എന്നിവയിൽ ഇതുവഴി പരിശീലനം നൽകുന്നതായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് പരിശീലനം നൽകുന്നതാണ് ഇത് യശോദ AI എന്ന് പറയുന്നത്. ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ ക്യാമ്പയിൻ സ്കൂളിലൂടെയും അതുപോലെ തന്നെ കോളേജുകളിലൂടെയും പ്രചരിപ്പിക്കുന്നതായിരിക്കും. SHG സ്വയം സഹായ സംഘ അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അതായത് AL പരിശീലനം നൽകിക്കൊണ്ടുള്ള ശാക്തീകരണമാണ് ഈ യശോദ AI എന്നുള്ളതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടുത്തെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ കിഷോർ രഹത്തർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഓക്കെ, അടുത്ത ചോദ്യം. Where did Prime Minister Narendra Modi inaugurate India's first 9000 അല്ലെ 9000 HP ഇലക്ട്രിക് ലോക്കോമോട്ടീവ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ
HP ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അത് എവിടെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. PM മോഡി ടു ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് 9000 NP ലോക്കോമോട്ടീവ് ഇൻ ഗുജറാത്ത്. അപ്പം ഇവിടെ ഗുജറാത്തിലെ ദാഹോദ് ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഫാക്ടറിയിലാണ് എഞ്ചിൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 4500 മുതൽ 5000 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഒറ്റ എഞ്ചിന് 120 കിലോമീറ്റർ വരെയാണ് വേഗം ഉണ്ടായിരിക്കുക. ഓക്കെ, ജർമ്മൻ കമ്പനി ആയിട്ടുള്ള സീമെൻസുമായി ചേർന്ന് 20,000 കോടി രൂപ ചെലവിലാണ് ദാഹോദിൽ ഫാക്ടറി സജ്ജമാക്കിയിട്ടുള്ളത്. അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ മന്ത്രി. അപ്പൊ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ വേർഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ഇന്ത്യസ് ഫസ്റ്റ് HP ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞാലും അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഗുജറാത്ത് പറഞ്ഞോളൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ഗുജറാത്തിനെ കുറിച്ച് പറയാനുള്ളത്? പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അല്ലെ. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ്. ഏകദേശം 1600 കിലോമീറ്ററോളം കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം അത് ഗുജറാത്താണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ്, നിലക്കടല, പരുത്തി, ബജ്ര എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഗുജറാത്ത് തന്നെയാണ് കേട്ടോ. കടൽത്തറയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏത് തന്നെയാണ്? ഗുജറാത്ത് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ്. നിലവിൽ വന്നപ്പോഴാണ് 1960 മെയ് 1-നാണ്. ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹമാണ്. ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഫ്ലെമിംഗോയാണ്. ഔദ്യോഗിക പുഷ്പം മാരിഗോൾഡ് ആണ്. ഔദ്യോഗിക വൃക്ഷം മാവാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ ഉല്ലാസ് സ്കീം സ്റ്റാൻഡ് ഫോർ? എന്താണ് ഉല്ലാസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ വൺ സൊസൈറ്റി എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ്, U for understanding, of L for lifelong, L for learning, ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് ഉല്ലാസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു ലിറ്ററസി പ്രോഗ്രാം ആണ് കേട്ടോ. ദ ഉല്ലാസ് സ്കീം, ഓൾസോ നോൺ ആസ് ദ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം, സ്റ്റാൻഡ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. അതെന്താണ് ഉല്ലാസ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് with the aim of promoting adult literacy and numeracy as well as other critical life skills for individuals aged 15 and above who may not have had adequate schooling. അല്ലെ, അതായത് എല്ലാ കുട്ടികൾക്കും 15 വയസ്സും അതിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള ഗവൺമെന്റ് സ്കീമാണ് ഏത്? ഉല്ലാസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് for all in society. Mizoram and Goa, this is the current affairs news. Okay, Mizoram and Goa declared themselves to be fully literate states under Ullas. Okay, literacy program for people over 15 who may not have attended school. While Goa literacy rate എന്ന് പറയുന്നത് എത്രയാണ്? 99.72% ആണ്. മിസോറാം എന്ന് പറയുന്നത് 98.2% ആണ്. ഓക്കെ, അപ്പൊ മിസോറാം ആൻഡ് ഗോവ declared themselves to be fully literate under the scheme. Ullas stands for understanding of lifelong learning for all in one society എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നമ്മൾ മിസോറാം, ഗോവ എന്ന് പറയുമ്പോൾ നമുക്ക് മിസോറാമിനെ കുറിച്ച് നോക്കാം അല്ലെ. മിസോറാം, ലാൻഡ് ഓഫ് മീസോ, അതായത് മീസോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മിസോറാം. ഇവിടെയാണ് ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അപ്പോൾ മിസോറാം ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്റ്റണ്ണിംഗ് ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി, വൈബ്രന്റ് കൾച്ചർ ആൻഡ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. ലാൻഡ് ഓഫ് ഹൈലാൻഡേഴ്സ്, അതായത് എന്താണ് കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട്, വസിക്കുന്ന ജനങ്ങളുടെ നാട്. ലാൻഡ് ഓഫ് മൗണ്ടെയിൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മിസോറാം ആണ് കേട്ടോ. ഇന്ത്യയില് ശതമാനാടിസ്ഥാനത്തില് വനം കൂടുതലുള്ള സംസ്ഥാനമാണ് ഏത്? മിസോറാം.
അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്കിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഏത്? മിസോറാം എന്ന് പറയുന്നത് കേട്ടോ. The state also boasts a unique cultural heritage with colorful festivals and traditional craft like bamboo and cane work. നമ്മളിപ്പോ ലിറ്ററസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയില് സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല എവിടെയാണ്? സെർച്ചിപ്പ് എന്നാണ് ജില്ലയുടെ പേര്. ആ ജില്ല എവിടെയെന്ന് അറിയോ? മിസോറാമിലാണ് കേട്ടോ. ഓക്കെ, അപ്പോ മിസോറാമിലെ സെർച്ചിപ്പ് എന്ന ജില്ലയാണ് ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല. പിന്നെ നമ്മുടെ മിസോറാമും മലയാളി അല്ലെങ്കിൽ കേരളവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ കാരണം? 2018 മിസോറാം ഗവർണറായി നിയമിതനായ മലയാളി ആരാണ്? മിസോറാം ഗവർണർ ആയത് ഒരു മലയാളിയാണ്. ആരാണത്? കുമ്മനം രാജശേഖരനാണ് അല്ലെ. മിസോറാം ഗവർണറാകുന്ന രണ്ടാമത്തെ മലയാളിയാണ് അദ്ദേഹം. മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? വക്കം പുരുഷോത്തമനാണ്. മറന്നുപോയത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് ഗോവ. ഗോവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബീച്ച് അല്ലെ. ഗോവ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബീച്ചസ്, നൈറ്റ് ലൈഫ്, പോർച്ചുഗീസ് ഹെറിറ്റേജ് ആൻഡ് വൈബ്രന്റ് ഫെസ്റ്റിവൽസ്. ഇറ്റ്സ് എ പോപ്പുലർ tourist destination known for its beautiful coastline, lively party scene, historic churches and forts and unique scene. Okay. ഗോവയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് അല്ലെ. 25ാമത്തെ സംസ്ഥാനം. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനമാണ് ഏത്? ഗോവ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഗോവ എന്ന് പറയുമ്പോൾ ഫേമസ് ഫോർ ഇറ്റ്സ് ബീച്ച്, അവിടെ കൂടുതൽ കടലാണ് നമ്മൾ വിചാരം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ് കേട്ടോ. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം. ടോളമിയുടെ യാത്രാ വിവരണത്തിൽ ഗൗബ എന്ന് പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് ഇത്? ഗോവ. ഗൗബ എന്നാണ് പണ്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുരാതന കാലത്ത് ഗോമന്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ് കേട്ടോ. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. അവസാനമായിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം. സാർസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൈബസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? ഗോവ തന്നെയാണ്. ഓക്കെ അല്ലേ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹാസ് റിലീസ്ഡ് എ കോംപ്രിഹെൻസീവ് പോളിസി ഡോക്യുമെന്റ് ടൈറ്റിൽ ധ്രുവ? എന്താണ് ധ്രുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ധ്രുവ മീൻസ് D for digital, H for hub, R for reference, U for unique, V for virtual, A for address. സോ ധ്രുവ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യൂണിക് വിർച്വൽ അഡ്രസ് ആണ് ധ്രുവ. അപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ധ്രുവ റിലീസ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. എന്താണ് ധ്രുവ? എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്മെന്റ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹാസ് റിലീസ്ഡ് എ കോംപ്രിഹെൻസീവ് പോളിസി ഡോക്യുമെന്റ് എന്നാണ് ചോദ്യം. അപ്പൊ ധ്രുവ ഡെവലപ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് പോളിസി ഫ്രെയിംവർക്ക് ആൻഡ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ aimed at establishing a standardized geo-coded digital address system in India. It builds upon the Digital Postal Index Number (DGP) and envisions a secure, interoperable and consent-based system for managing address information. ധ്രുവ എന്താണ് ഫുൾ ഫോം? ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യൂണിക് വിർച്വൽ അഡ്രസ് എയിംസ് ടു എൻഹാൻസ് സർവീസ് ഡെലിവറി, governance and user experience by leveraging a standardized digital address system എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ധ്രുവ എന്നുള്ള പോളിസി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് പോളിസി ഡോക്യുമെന്റ് റിലീസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഇസ് ദ ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് കോഴിക്കോട്? അതായത് കോഴിക്കോടിലെ ഔദ്യോഗിക പുഷ്പം വന്നിരിക്കുകയാണ്. പുഷ്പം മാത്രമല്ല, കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ പുഷ്പം മാത്രമല്ല മൃഗം, അതുപോലെ തന്നെ മത്സ്യം, ജലജീവി എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുത്തത് ഏതാണ്? അതിരാണിയാണ് കേട്ടോ. അതിരാണി ഇതാ ഞാനിവിടെ എല്ലാ ഫിഗറും കൊടുത്തിട്ടുണ്ട്, ഓരോന്നുമായിട്ട് പറയാം. ഇതാണ് അതിരാണി, വയലറ്റ് കളറുള്ളത് കേട്ടോ. സംസ്ഥാന ജൈവവൈദ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായിട്ട് അതിരാണിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്
മേനി പൊന്മാനെയാണ് കേട്ടോ. ഇതാണ് മേനി പൊന്മാൻ. ഓക്കെ. മലബാർ റോസിന് ജില്ലയുടെ ശലഭം. മലബാർ റോസ് എന്ന് വെക്കുമ്പോൾ പൂവാണെന്ന് വിചാരിക്കരുത്. ഇതാണ് മലബാർ റോസ്. മലബാർ റോസിനെ എന്താണ് ജില്ലയുടെ ശലഭമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. PSC ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെടുവേ. അതായത് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാലേ ഇപ്പൊ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തരികയാണെന്ന് വിചാരിക്കുക. ഓപ്ഷൻ എ അതിരാണി, ഓപ്ഷൻ ബി മലബാർ റോസ്, ഓപ്ഷൻ സി ഈയകം, ഓപ്ഷൻ ഡി പാതാള പൂന്താരകൻ എന്നാണ് ഓപ്ഷൻസ് തരികയെന്ന് വിചാരിക്കുക. അതിൽ അതിരാണിയാണ്. മലബാർ റോസ് എന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈയുടെ പേരാണ്. ഓക്കെ. മലബാർ റോസ് എന്ന് പറയുന്നത് ജില്ലയുടെ ശലഭമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ വൃക്ഷമാണ് ഏത്? ഈന്ത് എന്ന് പറയുന്നത് കേട്ടോ. അവിടുത്തെ വൃക്ഷമാണ് ഈന്ത്. ഓക്കെ. പൈതൃക വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യമായിട്ട് പാതാള പൂന്താരകനെയാണ്. മത്സ്യമാണ് കേട്ടോ. മത്സ്യമായിട്ട് പാതാള പൂന്താരകനെയും ജലജീവിയായിട്ട് നീർനായയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. മൃഗമായിട്ട് ഈനാമ്പേച്ചീനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ശാസ്ത്രീയമായും നിയമപരവുമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. സ്വന്തമായിട്ട് ഒരു വൃക്ഷം, പൂവ്, പക്ഷി, ജീവിവർഗം എന്നിവ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല അത് കോഴിക്കോടല്ല, അത് കാസർഗോഡാണ്. മറക്കരുത്. സ്വന്തമായിട്ട് ഒരു വൃക്ഷം, പൂവ്, പക്ഷി, ജീവിവർഗം എന്നിവ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് അതിരാണിയാണ്. പക്ഷി മേനി പൊന്മാനാണ്. ശലഭം എന്താണ്? മലബാർ റോസ്. ഓക്കെ. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമല്ല, നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. കോഴിക്കോട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളത്? കോഴിക്കോടിനെ കുറിച്ചിട്ട് യൂറോപ്യന്മാരാണ് കാലിക്കട്ട് എന്ന് വിളിക്കാൻ തുടങ്ങിയത് കേട്ടോ. അറബികൾ കാലിക്കൂത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്ന ജില്ലയാണ് അല്ലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ്. ഏറ്റവും കുറവ് കർഷകരുള്ള ജില്ലയും ഏതാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള ജില്ല. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം കോഴിക്കോടാണ്. ആദ്യ കോള വിരുദ്ധ ജില്ല കോഴിക്കോടാണ്. കടത്തനാട് രാജവംശ ഭരണം നടത്തിയിരുന്ന ജില്ല എവിടെയാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ വിശപ്പ് രഹിത നഗരം കോഴിക്കോടാണ് കേട്ടോ. അടുത്ത ചോദ്യം, when is World Brain Tumor Day observed? എന്നാണ് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ? അത് എന്താണ്? 8th June 2025 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ഓക്കെ. അടുത്തത് നമുക്ക് ജൂൺ മാസത്തിലെ ഓരോ ദിവസങ്ങളുടെ പ്രത്യേകത ഒന്ന് വേഗം നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പൊ ജൂൺ 1 എന്ന് പറയുന്നത് വേൾഡ് മിൽക്ക് ഡേ ആണ് അല്ലെ. ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ മാത്രമല്ല, ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ്. ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ് കൂടിയാണ് ഏത്? ജൂൺ 1 എന്ന് പറയുന്നത്. ജൂൺ 2 തെലങ്കാന ഫോർമേഷൻ ഡേ ആണ്. June 2 is considered as Telangana Formation Day and also it is an International Sex Workers Day. And June 3 എന്ന് പറയുന്നത് വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. June 4 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിം ഓഫ് അഗ്രഷൻ. June 5 is the വേൾഡ് എൻവയോൺമെന്റ് ഡേ. ദെൻ നമുക്കറിയാലോ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. June 7 is the വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. നമ്മൾ പറഞ്ഞു. June 7 എന്ന് പറയുന്നത് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. June 8 എന്ന് പറയുന്നത് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആണ്. June 8 വേൾഡ് ഓഷ്യൻസ് ഡേ കൂടിയാണ്. June 8. ഓക്കെ. അപ്പൊ ജൂൺ 1-നും 2 പ്രത്യേകതകളുണ്ട്, 2-നും 2 പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ 8-ന് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേയും ആണ്, വേൾഡ് ഓഷ്യൻസ് ഡേയും കൂടിയാണ്. June 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. June 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ അല്ലെ. June 14 നമ്മൾ പറഞ്ഞു വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. June 15 വേൾഡ് വിൻഡ് ഡേ. ഓക്കെ. June 15 വീണ്ടും വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ. June 16 martyrdom of Guru Arjan Dev. June 17 World Day to Combat Desertification and Drought, International Day ആണ്. Autistic Pride Day. June 18 and International Picnic Day. June 18. June 19 World Sickle Cell Awareness Day. ഒരുപാട് അവയർനെസ് ഡേയ്സ് ആണ് ജൂൺ മാസങ്ങളിൽ വരുന്നത് അല്ലെ. June 19 World Sauntering Day. June 20 World Refugee Day, International ആണ്. June 21 വേൾഡ് മ്യൂസിക് ഡേ. June 21 തന്നെ വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ. June 21 ഇന്റർനാഷണൽ യോഗ ഡേ ഈസ് കൺസിഡർഡ് ആസ് June 21. അതുപോലെ തന്നെ എന്താണ്? June 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്.
ജൂൺ 23 തന്നെ യുണൈറ്റഡ് നാഷൻസ് പബ്ലിക് സർവീസ് ഡേ ആണ്. ജൂൺ 23 ഇന്റർനാഷണൽ വിഡോസ് ഡേ ആണ്. ജൂൺ 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ്. ഓക്കെ. June 26 International Day in Support of Victims of Torture. June 30 World Asteroid Day ആണ്. Third Sunday of June World Father's Day. Okay, so ജൂൺ മാസത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. Who is the 11th player to be inducted into the ICC Hall of Fame? അതായത് എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുന്ന 11ാമത്തെ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം. Who is the 11th Indian player to be inducted into the ICC Hall of Fame? The right answer is MS ധോണി. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ MS ധോണി ഉൾപ്പെടെ 7 താരങ്ങളെ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഹാൾ ഓഫ് ഫെയിമിൽ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 115 ആയിട്ടുണ്ട്. ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുന്ന 11ാമത്തെ ഇന്ത്യൻ താരമാണ് MS ധോണി. വേറെ ആരൊക്കെയാണ്? ഗ്രേം സ്മിത്ത്, ഹാഷിം അംല, ഡാനിയൽ വെട്ടോറി, മാത്യു ഹേഡൻ, സെന മിർ, സാറ ടൈലർ എന്നിവരാണ് ഹാൾ ഓഫ് ഫെയിമിലെ പുതിയ താരങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയേണ്ടത് ഇന്ത്യക്കാരുടെ കാര്യമാണ്. Who is the 11th Indian player to be inducted into the ICC Hall of Fame? The right answer is MS ധോണി. അടുത്ത ചോദ്യം ഇതാണ്, 9ാമത്തെ ചോദ്യം. Who is the current provost of MIT? MITയുടെ current provost ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ആനന്ദ Chandrakhasan. Ananda Chandrakhasan, a Chennai-born engineer and academic, has been named the next provost of the MIT, becoming the first Indian American to hold the position in university's history. അതായത് ലോകത്തെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് MIT എന്ന് പറയുന്നത്. അതിന്റെ പ്രൊവോസ്റ്റ് ആയിട്ട് ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രൊഫസർ ആനന്ദ പി ചന്ദ്രഹാസൻ നിയമിതനായിരിക്കുകയാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? ആനന്ദ ചന്ദ്രഹാസൻ. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വൈസ് ചാൻസലർക്ക് തുല്യമായ പദവിയാണ് ഏത്? പ്രൊവോസ്റ്റ് എന്ന് പറയുന്നത്. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വൈസ് ചാൻസലർ, VC എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓരോ യൂണിവേഴ്സിറ്റി VC എന്ന് പറയുന്ന പോലെ അതിന് ഇക്വാലിറ്റി ആയിട്ടുള്ള ഒരു പദവി തന്നെയാണ് ഏത്? പ്രൊവോസ്റ്റ് എന്ന് പറയുന്നത്. സോ കറന്റ് പ്രൊവോസ്റ്റ് ഓഫ് MIT ആരാണ്? ആനന്ദ ചന്ദ്രഹാസൻ ആണ്. അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. Chandrahasan, Chandrahasan brings with him nearly 2 decades of experience at MIT. MIT എത്ര എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്? 2 decades of experience. Since January 2024, he has served as the Chief Innovation and Strategy Officer ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. Chief Innovation and Strategy Officer. He has also held the position of Dean of Engineering since July 2017, where he played a key role in expanding interdisciplinary initiatives and industry partnerships. Head of the Department of Electrical Engineering and Computer Science from 2011 to 2017 and Director of MIT Microsystems Technology Laboratories between 2006 and 2011. So, Chandrakhasan become the current provost of MIT. MITക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ പ്രൊവോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വൈസ് ചാൻസലർക്ക് തുല്യമായ പദവിയാണ് ഈ പ്രൊവോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇന്ത്യക്കാരനായി മാറിയിരിക്കുകയാണ്. ആരാണത്? ചന്ദ്രഹാസൻ. ഓക്കെ. ഇനി അവസാനത്തെ ചോദ്യമാണ്, 10ാമത്തെ ചോദ്യം. Which 2 countries does the Strait of Hormuz separate? എന്താണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞാൽ? ഹോർമൂസ് കടലെടുക്കുക ഏത് 2 രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് 2 രാജ്യങ്ങളെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് സെപ്പറേറ്റ് ഇറാൻ ആൻഡ് ഒമാൻ, കണക്ടിങ് ദ പേർഷ്യൻ ഗൾഫ് വിത്ത് ദ ഗൾഫ് ഓഫ് ഒമാൻ ആൻഡ് ദ അറേബ്യൻ സീ. അതായത് ഇറാന്റെയും ഒമാന്റെയും സമുദ്രത്തിനുള്ളിലാണ് ഹോർമൂസ് കടലെടുക്കുക സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാനുമായും അതുവഴി അറബിക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഏത്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. കടലിടുക്കിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 167 കിലോമീറ്റർ ആണ്. ദിവസം 2 കോടി ബാരൽ എണ്ണ വീതം ഇതുവഴി കടന്നു പോകുന്നു എന്നാണ് കണക്ക്. 2 കോടി എണ്ണ. ഇത് ആഗോള പ്രതിദിന എണ്ണ ഉപഭോഗത്തിന്റെ 1/5 ഭാഗം മാത്രമാണ് വരിക. ഓക്കെ. അതുപോലെ തന്നെ ഈ
ഹോർമൂസ് സ്ട്രൈറ്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 100 കിലോമീറ്ററിൽ താഴെ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിനെ ലോകത്തിന്റെ ഊർജ ധമനി എന്നാണ് അറിയപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനുമിടയിലെ ഉൾക്കടലിന്റെ പ്രവേശ കവാടമായിട്ടുള്ള ഹോർമൂസ് ലോക എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന സമുദ്ര സഞ്ചാര പാതയാണ് എന്നതിലാണ് ഈ വിശേഷണം വരാനുള്ള കാരണം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലേക്ക് ലോകം ആശങ്കയോടെയാണ് നോക്കുന്നത്. കാരണം എന്താണ്? ജൂൺ 13 ഇസ്രായേൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച സംഘർഷം ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ തുടർന്നും അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തെ തുടർന്നുമാണ് ആശങ്കാജനകമായ നിലയിലേക്ക് വളർന്നിട്ടുള്ളത്. ഹോർമൂസ് വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെ വഴി അടഞ്ഞതിനാൽ ആഗോള ഊർജ പ്രതിസന്ധിയാണ് ഇതുവഴി കാത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഊർജ ധമനിയാണ് ഏത്? ആശങ്കയുടെ കടലിടുക്ക് എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക്, അല്ലെ? ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക നീക്കത്തിന്റെ 30% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. എണ്ണ സമ്പന്ന രാഷ്ട്രങ്ങളായിട്ടുള്ള സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രകൃതിവാതകവും ലോകത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് വമ്പൻ ടാങ്കറുകളിൽ കൊണ്ടുപോകുന്നത് 33 മുതൽ 95 കിലോമീറ്റർ വരെ വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കേട്ടോ. 33 മുതൽ 95 കിലോമീറ്റർ നീളമുള്ള എന്താണ്? ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വീതി വെറും 33 കിലോമീറ്റർ ആണ്. ഇവിടെ കപ്പൽച്ചാലിന്റെ വീതി ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ്. ഹോർമൂസ് വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെ 80% ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. ബാക്കി വരുന്ന 20% യൂറോപ്പിലേക്കുമാണ്. അപ്പോ ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുപോകുന്ന എണ്ണയില് കൂടുതലും എവിടേക്കാണ്? സൗദി അറേബ്യയിലേക്കുമാണ്. പ്രകൃതിവാതക വ്യാപാരത്തിലും കൂടുതലും ഖത്തറിലേക്കുമാണ്. അപ്പൊ ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അല്ലെ? ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ 40%, പ്രകൃതിവാതകത്തിന്റെ 55% ഹോർമൂസിലൂടെയുള്ള ടാങ്കറുകൾ വഴിയാണ് എത്തുന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ആശങ്കയുടെ കടലിടുക്ക് എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാന്റെയും ഒമാന്റെയും സമുദ്രത്തിനുള്ളിലാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, അല്ലേ? ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ. രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് എന്തൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്, അല്ലെ? പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി ദേശീയ പാർട്ടി പദവി ലഭിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 4 അതിലധികമോ സംസ്ഥാനങ്ങൾ സാധുവായ വോട്ടിന്റെ 6% ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. ഇതിനു പുറമെ ആ ഇലക്ഷനിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ലോക്സഭയിലേക്ക് ചുരുങ്ങിയത് 4 സീറ്റുകൾ നേടിയിരിക്കണം. അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞത് 2% ലോക്സഭാ സീറ്റുകളുടെ വിജയവുമാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. ഇനി സംസ്ഥാന പാർട്ടികളാണെങ്കിലോ, സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കുന്നുള്ള വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ, അതിപ്പോൾ ലോക്സഭ ആയിക്കോട്ടെ സംസ്ഥാന നിയമസഭ ആയിക്കോട്ടെ, 6% വോട്ടുകളും അതിനോടൊപ്പം സംസ്ഥാന നിയമസഭയിലെ കുറഞ്ഞത് 2 സീറ്റുകളെങ്കിലും നേടിയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3% വോട്ടോ 3 സീറ്റുകളോ നേടിയുള്ള പാർട്ടി ആയിരിക്കണം എന്ത് സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കുന്നുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് പറയുന്നത് കേരളമാണ്. കേരളം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ്. ഇന്ത്യയിൽ 2ാമതായിട്ട് ഒരു നിയമസഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം നല്ല രസമുള്ള വർഷമാണ്, 1888. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1888. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയെടുത്ത ദിവാൻ ആരാണ്? ടി രാമറാവു ആണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. ഇനി കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് 1923. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1947 ഓഗസ്റ്റ് 14.
കേരളത്തില് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957 ഫെബ്രുവരി 28 ടു മാർച്ച് 11 വരെയാണ് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 114ആണ്. ആകെ സീറ്റുകളുടെ എണ്ണം 126ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 114ആണ്. ഇതിൽ 102 ഏകാംഗ മണ്ഡലങ്ങളും 12 ദ്വയാംഗ മണ്ഡലങ്ങളുമായിരുന്നു കേട്ടോ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ ആകെ 127 അംഗങ്ങളാണ് ആദ്യ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 60 സീറ്റുകളായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ, അതായത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം അത് ഏതാണ് മക്കളെ? അത് കേരളമാണ്. അപ്പം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ലോക കാര്യങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ട കാര്യങ്ങളും അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ എടുത്ത കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.